ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതിനൊക്കെയാ ഞാൻ പറഞ്ഞത് ഒരു ഹോം നഴ്സിനെ വയ്ക്കണോന്ന്. അപ്പോ ഇവിടെ ആർക്കും വയ്യല്ലോ. അപ്പൊ പിന്നെ ഇതൊക്കെ എല്ലാരും കൂടി അങ്ങ് ചെയ്താ മതി. അവനവൻ ചെയ്യേണ്ട കടമ ചെയ്യാനേ ഹോം നഴ്സിനെ ഏൽപ്പിക്കുന്ന അത്ര നല്ല രീതിയല്ല. കടമയൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. നിർത്തടി. വൈകുന്നേരം കോടതി കഴിയുമ്പോഴേക്കും സച്ചി ഇവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? വക്കീലേ. സച്ചി സച്ചി ഒരു മിനിറ്റ്. എന്താ വക്കീലേ? ഒരു കേസിന്റെ ആവശ്യത്തിനെ എനിക്ക് കൊല്ലം വരെ ഒന്ന് പോണായിരുന്നു. ചിലപ്പോ ഒരു ദിവസം ഇവിടെ നിൽക്കേണ്ടി വരും. സച്ചി എന്റെ കൂടെ ഒന്ന് വരുമോ? സച്ചി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. എല്ലാവരെയും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ സച്ചി ആവുമ്പോ അതെനിക്കൊരു ബലോ. എന്നെ അത്രയ്ക്ക് വിശ്വാസമാണോ? 100% വിശ്വാസമാ. ഏതപകടത്തിലും സച്ചി എന്നെ കൈവിടില്ലെന്ന് എനിക്ക് ഉറപ്പാ. അത്രയ്ക്ക് ആത്മവിശ്വാസം വേണ്ട. ഈ കാര്യത്തിന് എനിക്ക് ആത്മവിശ്വാസം കൂടുതലാ. സ്ത്രീകളെ ഏറ്റവും നന്നായി ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അവരോട് ആദരവോടെ പെരുമാറുകയും ചെയ്യുന്ന ഒരാളാ സച്ചി. ഒരു സ്ത്രീ, അത് ഭാര്യയായാലും കാമുകിയായാലും, ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കൂടിപ്പോയ ഒരു 6 മാസം. അതിനു മുമ്പ് അടുത്ത ബന്ധത്തിലേക്ക് പോകുന്നവര് ഞാൻ കണ്ടിട്ടുള്ള പുരുഷന്മാരെല്ലാവരും. പക്ഷേ സച്ചി അങ്ങനെയല്ല. അർച്ചന സ്വന്തം ജീവിതത്തിൽ നിന്ന് പോയിട്ട് 10 വർഷമാവുന്നു. ഇപ്പോഴും സച്ചി അർച്ചനയ്ക്ക് വേണ്ടിയാ കാത്തിരിക്കുന്നത്. മറ്റൊരു ബന്ധത്തെക്കുറിച്ചോ ഒരു സ്ത്രീയെക്കുറിച്ചോ ഇന്ന് വരെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഉണ്ടോ? ഒരു പരിധിക്കപ്പുറം ഒരു സ്ത്രീയും സച്ചി അടുപ്പിക്കില്ല. എനിക്കത് നല്ലപോലെ ബോധ്യായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സച്ചിയുടെ കൂടെ ഏത് പാതിരാത്രിയിലും എവിടെ വരാനും എനിക്ക് 100% വിശ്വാസമാ. ഞാൻ തേടുന്ന മനുഷ്യർക്കിടയിൽ നിന്ന് ഒരു ദിവസം അർച്ചന എന്റെ മുന്നിലേക്ക് വരുമെന്ന് തന്നെയാ എന്റെ പ്രതീക്ഷ. നമ്മൾ എപ്പോഴും ഒന്നിനെ തന്നെ തേടി നടന്ന അത് നമ്മുടെ മുന്നിലേക്ക് തന്നെ വരും. അതൊരു യൂണിവേഴ്സൽ ട്രൂത്താ. അത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അർച്ചനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചുള്ള ചിന്ത എന്റെ മനസ്സിലില്ല. ഇനി ഇതിന്റെ പേരിൽ മൂഡ് ഓഫ് ആവണ്ട. വക്കീലിന്റെ കൂടെ എവിടെ എന്ത് സഹായത്തിന് വരാനും എനിക്ക് സമ്മതാ. ഇത് ഞാൻ ഏറ്റു. നമുക്ക് വൈകിട്ട് കാണാം. ശരി, കാണാം. നീ എന്തെങ്ങനെ ഇരിക്കുന്നേ? അത് സന്ദീപ് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. നീ അവനെ വിളിച്ചില്ലേ? വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവൻ ഇങ്ങനൊരു മാറ്റം വരാൻ കാരണം എന്താണെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. ഈ കള്ളുകൂടി തുടങ്ങിയപ്പോ മുതൽ ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാ, ഇത് നമ്മുടെ ജീവിതം തകർക്കുമെന്ന്. അപ്പോഴൊക്കെ എന്നോടെന്തോ വാശി പോലെയായിരുന്നു അവന്. വാശി നിന്നോട് മാത്രമല്ല, അവൻ എല്ലാരോടും ഉണ്ട്. കേസിന്റെ കാര്യത്തില് ഞാൻ ഉഴപ്പുന്നു അവന് നേരത്തെ പരാതിയുണ്ട്. നമ്മളെ ഏൽപ്പിച്ച വക്കീല് നമ്മളെ ചതിച്ചതാ, അല്ലാതെ ഞാനതിൽ ഉഴപ്പിട്ടില്ല. ആ കേസ് ജയിച്ചിരുന്നെങ്കിൽ അതോടെ എല്ലാ പ്രശ്നവും തീർന്നേനെ. കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള പ്രായവും പക്വതയും ഒക്കെ അവനുണ്ട്. മനഃപൂർവ്വം ആരോടുള്ള വൈരാഗ്യം തീർക്കാൻ കുടിക്കുന്ന പോലെ കുടിക്കുന്നത്. മുറിയിൽ വന്ന് എന്നോട് കുറ്റം പറയുന്നത് മുഴുവൻ സച്ചേട്ടനെയാ. അതെനിക്കറിയാം. അവൻ പറയുന്നതിനെല്ലാം ചെവി കൊടുക്കാൻ പോയാലേ പിന്നെ അതിന് മാത്രമേ സമയം കാണൂ. എന്തായാലും ഞാൻ അവനോടൊന്ന് സംസാരിക്കാം. ഇന്നല്ല, നാളെ. ഇന്നിനി അവൻ കള്ളുപിടിച്ച് വെളിവില്ലാതായിരിക്കും വരുന്നേ. ഞാൻ നാളെ അവനോട് സംസാരിക്കാം. സച്ചി അവനോട് സംസാരിക്കും.
എന്റെ മോള് വിഷമിക്കണ്ട കേട്ടോ. മോള് വന്ന് കിടക്ക്. ഇതെന്തിനാ ഇപ്പൊ ഈ ചൂടുവെള്ളം? രാജീവിന്റെ ദേഹം ഒന്ന് തുടച്ചെടുക്കണം. അത് മോളാണ് ചെയ്യുന്നേ? അല്ല, ശിശിരിച്ചോട് ഞാൻ പറഞ്ഞായിരുന്നു. ഇന്നലെയും ചെയ്തില്ല, ഇന്നെങ്കിലും ചെയ്യണ്ടേ അമ്മേ? ഇന്ന് നടക്കുന്നു തോന്നില്ല. മോളെ വെള്ളം ചൂടാക്കിയത് വെറുതെയാ. അതെന്താ? ശിശിര അമ്പലത്തിൽ പോവാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക. അമ്പലത്തിലേക്കോ? ഞാൻ ചേച്ചിയോട് ഇക്കാര്യം നേരത്തെ പറഞ്ഞതാണല്ലോ. അവളുടെ സ്വഭാവം മോൾക്ക് അറിഞ്ഞൂടെ? അങ്ങനെ പറഞ്ഞ പറ്റില്ലല്ലോ അമ്മേ. കട്ടിലിൽ കിടക്കുന്ന ഒരു രോഗിയല്ലേ, വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മുടെയും കൂടി കടമയല്ലേ? അത് ചെയ്യാതെ അമ്പലത്തിൽ പോവാ? ശിശിരിച്ചത് എങ്ങോട്ട് പോവാ? എനിക്ക് രാജീവേന്റെ പേരില് കുറച്ച് വഴിപാടുകൾ നടത്താനുണ്ട്. 1-2 അമ്പലങ്ങളിൽ പോണം. അല്ല, രാജീവിന് സ്പോഞ്ച് ബാത്ത് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ? ഇന്നലെയും ചെയ്തില്ലല്ലോ, ഇന്നെങ്കിലും ചെയ്യണം. സ്പോഞ്ച് ബാത്ത് ചെയ്യണമെങ്കിൽ ചെയ്യണം. അതിന് ഞാനെന്ത് വേണം? അത് ഞാനാണോ ചെയ്യണ്ടേ? സ്വന്തം ഭാര്യയല്ലേ ഇതൊക്കെ ചെയ്യണ്ടേ? ഒരു കാര്യം ചെയ്യ, ചെന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വാ. ഇത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയാൽ മതി. ഈ അവസ്ഥയിൽ കിടക്കുന്ന ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിനേക്കാളും വലിയ പുണ്യം വേറൊന്നുമില്ല. അയ്യടാ, അത് കൊള്ളാം. എത്ര സമയം കൊണ്ടാ ഞാൻ ഇങ്ങനെയൊന്ന് റെഡിയായെന്നറിയോ? ഇനി ഇതൊക്കെ മാറ്റിയിട്ട് രാജീവേട്ടനെ കഴുകാനും തുടയ്ക്കാനൊക്കെ വന്നാലേ ഞാൻ വീണ്ടും കുളിക്കണം, വീണ്ടും ഒരുങ്ങണം. അമ്പലത്തിൽ പോകാൻ പിന്നെ ഒരുപാട് വൈകും. ഇതിനൊക്കെയാ ഞാൻ പറഞ്ഞത് ഒരു ഹോം നഴ്സിനെ വയ്ക്കണോന്ന്. അപ്പോ ഇവിടെ ആർക്കും വയ്യല്ലോ. അപ്പൊ പിന്നെ ഇതൊക്കെ എല്ലാരും കൂടി അങ്ങ് ചെയ്താ മതി. അവനവൻ ചെയ്യേണ്ട കടമ ചെയ്യാനേ ഹോം നഴ്സിനെ ഏൽപ്പിക്കുന്ന അത്ര നല്ല രീതിയല്ല. കടമയൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. നിർത്തടി. ആരോടെ സംസാരിക്കുന്നത് നിനക്ക് വല്ല ഓർമ്മയുണ്ടോ? സമൃദ്ധിയോട് ഇങ്ങനെ സംസാരിക്കാൻ നിനക്കെന്ത് യോഗ്യതയുള്ളത്? സ്വന്തം ഭർത്താവിനെ നോക്കുന്നതിന് പകരം അവൾ അമ്പലത്തിൽ പോന്നു. അമ്മ ഈ കാര്യത്തിൽ ഇടപെടണ്ട. അമ്മയ്ക്കും ഗൂഗിളിനല്ലാതെ പിന്നെ ആർക്കാ ഈ കാര്യത്തിൽ ഇടപെടാൻ അവകാശമുള്ളത്? സത്യത്തിൽ രാജീവിനോട് ചേച്ചിക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? എനിക്ക് ഇത്രയും ആത്മാർത്ഥതയൊക്കെ ഉള്ളൂ. ഇനിയേ അത്രയ്ക്ക് വിഷമാണെങ്കിലേ സ്പോഞ്ച് ബാത്ത് ചെയ്യാൻ സ്വന്തം കെട്ടിയവനോട് പോയി പറ. ഒരേ ഒരു അളിയനല്ലേ, ഒന്ന് സ്പോഞ്ച് ബാത്ത് ചെയ്തു കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എനിക്ക് അമ്പലത്തിൽ പോകാൻ സമയമായി. വേണമെങ്കിലേ അത് കഴിഞ്ഞിട്ട് വന്ന് നോക്കാം. ചേച്ചി കണ്ടില്ലേ അവളുടെ അഹങ്കാരം? ഈ ചൂടുവെള്ളം എടുത്ത് അവളുടെ തലേ കൂടി ഒഴിക്കണം. എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഒച്ച വെച്ച് സംസാരിച്ചത് ഞങ്ങളല്ല, നിന്റെ പെങ്ങളാ.